ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. +1 ഫിസിക്സിലെ 10ാം അധ്യായമായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ടോപ്പിക്കുകളാണുള്ളത്. പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് മെഷീൻസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. 60ൽ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. വളരെ ബ്രീഫായിട്ട് എന്നാൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു തരാം. നോട്ട്സ് വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഫുൾ സ്ക്രീനായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കിയിട്ട് കഴിഞ്ഞാൽ നോട്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം ഞാൻ നോട്ട്സ് വിശദീകരിക്കുന്ന രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോ നോട്ട്സ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വീഡിയോ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിടണം എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലാണ് കാണുന്നതെങ്കിൽ വലതുവശത്ത് മുകൾ ഭാഗത്ത് 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫ്ലോ എന്ന വാക്കാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അതെ, liquids and gases can flow from one point to another and are called fluids. അപ്പോ ഒഴുകാൻ കഴിവുള്ള ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ചേർത്താണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ലിക്വിഡ്സ് എടുത്താലും ഗ്യാസസ് എടുത്താലും അവയ്ക്ക് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് നമ്മുടെ ടോപ്പിക്. ഫ്ലൂയിഡ് മെക്കാനിക്സിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നും ഹൈഡ്രോഡൈനാമിക്സ് എന്നും. ഹൈഡ്രോസ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക് എന്ന പേര് കേൾക്കുമ്പോൾ നിശ്ചലമായി നിൽക്കുന്നത് എന്ന് അർത്ഥമാക്കണം. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ചലിക്കുന്നത് എന്നും അർത്ഥമാക്കണം. അതുകൊണ്ട് തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നത് ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് അക്കാര്യമാണ്. ഇനി മോഷനിലുള്ള ഫ്ലൂയിഡുകളെ കുറിച്ച് ഉള്ള പഠനമാണ് ഹൈഡ്രോഡൈനാമിക്സ്. ഓക്കെ, ഫ്ലൂയിഡ് പ്രഷർ എന്നാൽ എന്തെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ത്രസ്റ്റ് എന്നൊരു വാക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സർഫസ്, അതിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രഷർ എന്നാൽ നോർമൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എക്സേർട്ടഡ് ബൈ ദി ലിക്വിഡ് ഓർ ഗ്യാസ് മോളിക്യൂൾസ്. ഫ്ലൂയിഡ്സിൽ, അതായത് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന നോർമൽ ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രഷറിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇതിൽ നിന്നും യൂണിറ്റും ഡയമെൻഷൻസും പറയാൻ പറ്റും. യൂണിറ്റ് എന്നാൽ ഫോഴ്സ് ബൈ ഏരിയ വരുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും അപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് വരിക. അതിനെ പാസ്കൽ എന്നും പറയാറുണ്ട്. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ, PASCAL. ബ്ലേസ് പാസ്കൽ എന്ന സയന്റിസ്റ്റിനോടുള്ള ബഹുമാനാർത്ഥമാണ് പ്രഷറിന്റെ യൂണിറ്റിന് പാസ്കൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. PASCAL സ്മോൾ ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. അതല്ലെങ്കിൽ ക്യാപിറ്റൽ P സ്മോൾ a രണ്ടും ചേർത്ത് എഴുതാം. പാസ്കൽ PA എന്ന് ചേർത്ത് എഴുതാം, ക്യാപിറ്റൽ Pയും സ്മോൾ aയും കൂടി. ഓക്കെ, ഇനി ഡയമെൻഷൻ പറയുകയാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. മാസ് ഇൻടു ആക്സിലറേഷൻ വരുമ്പോ mLT⁻². മാസിന്റെ m, ആക്സിലറേഷന്റെ LT⁻² ഡിവൈഡഡ് ബൈ ഏരിയയുടെ L². സോ mLT⁻² ഡിവൈഡഡ് ബൈ L². അങ്ങനെ വരുമ്പോ എന്താണ് വരുന്നത്? mL⁻⁻1 T⁻². ഇതായിരിക്കും പ്രഷറിന്റെ ഡയമെൻഷൻ. ഓക്കെ, സോ dimensional formula of pressure is given here in square bracket. m L⁻⁻1 T⁻². Okay, നമ്മുടെ
ഫ്ലൂയിഡ് പ്രഷറിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The force exerted by the fluid in the beaker on the submerged object on the walls is normal to the surface at all points. എല്ലാ പോയിന്റിലും പെർപെൻഡിക്കുലർ ആയിട്ട് എന്തനുഭവപ്പെടുന്നുണ്ട്? ഫ്ലൂയിഡ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, P = F/A എന്നുള്ളതാണ്. ഓക്കെ, ഫ്ലൂയിഡ് പ്രഷറിന്റെ 2 ഡെമോൺസ്ട്രേഷനുകൾ കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കൂടാ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂയിഡ് പ്രഷറിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അതാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയും അതിന്റെ ഒരു ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? The pressure exerted at any point on an enclosed fluid is transmitted equally in all directions. ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലേക്കും തുല്യമായി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഓബ്ജെക്ട്സ്. ഇതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. ബലം മൾട്ടിപ്ലൈ ചെയ്ത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? 2 സിലിണ്ടറുകൾ ഉണ്ടായിരിക്കും. രണ്ടിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസമുള്ളതായിരിക്കും. അവയെ കണക്ട് ചെയ്ത് ഒരു പൈപ്പ് ഉണ്ടാവും. The cylinders are fitted with watertight frictionless pistons of different cross-sectional areas. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ആണ് 2 സിലിണ്ടറുകളിലും അതുപോലെ പൈപ്പിലും കൂടി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, the cylinders and the pipe contain a liquid. വെള്ളം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 പിസ്റ്റണുകളിലും ഉള്ള പ്രഷറാണ്. പ്രഷർ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. ആദ്യത്തെ പിസ്റ്റണിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് F1/A1 ആണ്. രണ്ടാമത്തെ പിസ്റ്റണിൽ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് F2/A2 ആണെന്നിരിക്കട്ടെ. അപ്പോ ആദ്യത്തെ പിസ്റ്റണിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പം P × A1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ പിസ്റ്റണിലുള്ളത് P × A2 എന്ന് കൊടുക്കാവുന്നതാണ്. നമുക്കറിയാവുന്നതാണ് A1 > A2 അല്ലെ. ഏരിയ ചെറിയ പിസ്റ്റണിൻ്റെത് കുറവാണ്, വലിയ പിസ്റ്റണിന്റെ A2 കൂടുതലാണ്. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? F1 > F2. ഓക്കെ, അതായത് വലിയ ഫോഴ്സ് ആയിരിക്കും രണ്ടാമത്തെ പിസ്റ്റണില് അനുഭവപ്പെടുക. രണ്ടാമത്തെ പിസ്റ്റണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, a small force applied on the smaller piston is made available as a very large force at the larger piston. ഓക്കെ, അതായത് പ്രഷർ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് വലിയൊരു ഫോഴ്സ് ആയിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വലിയൊരു ഹെവി ഓബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തനം. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. പാസ്കൽസ് ലോ നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം. ഇവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഒരു ട്രയാങ്കുലർ പ്രിസം വെള്ളത്തിനുള്ളില് ഒരു ഗിവൺ ഹൈറ്റിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ട്രയാങ്കുലർ പ്രിസത്തിന്റെ എല്ലാ ഫേസസിലേക്കും ഈക്വൽ ആയിട്ട് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വാട്ടർ എക്സേർട്സ് ഈക്വൽ പ്രഷർ ഓൺ ദ ഫേസസ് ഓഫ് എ ട്രയാങ്കുലർ പ്രിസം placed in it at a given height. Okay, now let us see the expression for the variation of pressure with the depth. H ഡെപ്തില് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എത്രയായിരിക്കും? That expression is P = H ρg, where H is the height of the fluid.
Rho is the density of the fluid and g is the acceleration due to gravity. Let us see somewhat in detail. Okay. Pressure of a fluid is directly proportional to depth. That we know. Depth കൂടുകയാണെങ്കിൽ fluid pressureും കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. Gauge pressure. എന്താണ് gauge pressure എന്ന് പറഞ്ഞാല് atmospheric pressure അല്ലാതെ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് എന്ത് പറയുക? ഗേജ് പ്രഷർ എന്ന് പറയുക. ആ ഗേജ് പ്രഷറിനുള്ള എക്സ്പ്രഷൻ ആണ് P0 = h rho g എന്നുള്ളത്. h ഡെപ്ത് ആണ്, d ഡെൻസിറ്റി ആണ്, d അല്ലെങ്കിൽ റോ ഡെൻസിറ്റി ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ നമ്മള് രണ്ട് പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്, എയും ബിയും. എ എന്ന് പറയുന്ന പോയിന്റ് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡിൽ നിന്നും h1 ഡെപ്തിലാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡിൽ നിന്നും h2 ഡെപ്തിലാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ P1 = h1 rho g ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ h2 rho g ആയിരിക്കും. വേരിയേഷൻ ഓഫ് പ്രഷർ എത്രയായിരിക്കും? P2 - P1 ആയിരിക്കും. അത് h2 - h1 × rho g ആയിരിക്കും. അപ്പൊ നമ്മള് h2 - h1 ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്നെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രഷർ P = h rho g. ഓക്കെ, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണിത്. സെയിം ഡെപ്ത് ഉള്ളിടത്ത് സെയിം പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണാം എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് വിശദീകരിക്കാൻ ഒന്നുമില്ല. The liquid pressure is the same at all points at the same horizontal level or same depth. Okay? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും ഒരേ പ്രഷർ ആണെന്നുള്ളതാണ്. എ എന്ന പോയിന്റിൽ കാണിച്ചിരിക്കുന്നത് ഒരു മെർക്കുറി കോളം ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ് അതിന്റെ മുകളിൽ നിർത്താൻ ശ്രമിച്ചിരിക്കുന്നതാണ്. അപ്പോ അറ്റ്മോസ്ഫിയറിന് 76 സെന്റിമീറ്റർ മെർക്കുറി കോളത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോ ഉള്ള പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുക. PA = h rho g, where h is 76 സെന്റിമീറ്റർ, അതിനെ മീറ്ററിലാക്കണം. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്. g is ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്നത് 1.013 × 10⁵ പാസ്കൽ എന്നായിരിക്കും. പാസ്കൽ എഴുതുമ്പോൾ PAS CAL എല്ലാ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ P സ്മോൾ എ ചേർത്ത് എഴുതണം. ഓക്കെ, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 atmospheric pressure is equal to the weight of the air column of unit cross sectional area extending from that point to the top of the atmosphere. ഓക്കെ, 76 സെന്റിമീറ്റർ ഉള്ള മെർക്കുറി കോളത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനുണ്ട്. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റഡി ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്താണെന്നുള്ളതാണ് നമ്മൾ ഡെമോൺസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഗ്ലാസ് ട്യൂബിൽ കൂടി വെള്ളം ഒഴുകുന്ന കേസ് എടുക്കുകയാണെങ്കിൽ ദ്രാവകം ഒഴുകുന്നത് പല ലെയറുകളായിട്ടാണ്. ആ ഓരോ ലെയറുകൾക്കും സെയിം വെലോസിറ്റി ആണ് ഉള്ളതെങ്കിൽ അത്തരം ഫ്ലോനെ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സാഗ് ആയിട്ടാണ് ദ്രാവകത്തിന്റെ ഒഴുക്ക് കണക്കാക്കാനാവുക. സ്റ്റഡി ഫ്ലോനെയും ടർബുലന്റ് ഫ്ലോനെയും വ്യത്യാസപ്പെടുത്തി അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന ടേം ഉപയോഗിക്കാറുണ്ട്. വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കുറവാണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കൂടുതൽ വേഗതയിലാണ് വെള്ളം അല്ലെങ്കിൽ ദ്രാവകം പോകുന്നതെങ്കിൽ അവിടെ പറയുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, the steady or streamline flow is possible only when the liquid velocity is less than a limiting value called the critical value. അപ്പോ ദ്രാവകം ഒഴുകുന്നതിന്റെ വെലോസിറ്റിയുടെ ഒരു ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുക. ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കുറവാണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് ദ്രാവകം ഒഴുകുന്നതിന്റെ വെലോസിറ്റി എന്നുള്ളതെങ്കിൽ അവിടെ നമ്മൾ പറയുക
ടർബുലന്റ് ഫ്ലോ ആണ് എന്നായിരിക്കും. ഓക്കെ, when the velocity of flow of a liquid is greater than the critical velocity, the flow of liquid becomes disorder and zigzag and is called turbulent flow. ഇതാണ് ഡെഫിനിഷൻ. ഇത് നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റി പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അടുത്ത ടോപ്പിക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ദ്രാവകം ഒഴുകുന്നു ഒരു കുഴലിൽ കൂടി. കുഴലിന്റെ പ്രത്യേകത പി എന്ന ഭാഗത്തെ ഏരിയ കൂടുതലാണ്, ക്യൂ എന്ന ഭാഗത്തെ ഏരിയ കുറവാണ്. നമുക്കറിയാം ഏരിയ കൂടുതലുള്ള ഭാഗത്ത് ദ്രാവകം ഒഴുകുന്നതിന്റെ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ കുറവുള്ള ഭാഗത്ത് ദ്രാവകം കൂടുതൽ വേഗതയിൽ ഒലിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് എടുക്കാവുന്ന അസംഷൻ പി എന്ന ഭാഗത്തും ക്യൂ എന്ന ഭാഗത്തും കൂടി കടന്നു പോകുന്ന മാസ് ഓഫ് ലിക്വിഡ് ഈസ് ദ സെയിം, m1 ഈക്വൽ ടു m2. ഓക്കെ, മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. വോളിയം പി എന്ന ഭാഗത്തെ ദ്രാവകത്തിന്റെ വോളിയം, അവിടെയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ v1 ആണെങ്കിൽ നമുക്ക് പറയാം a1 v1 t ആയിരിക്കും. t എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ആണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോ ആണെങ്കിൽ മാസ് ഓഫ് ലിക്വിഡ് എന്തായിരിക്കും? റോ ഇൻറ്റു a1 v1 t ആയിരിക്കും. അതുപോലെ Q2 എന്ന ഭാഗത്ത് കൂടി ഉള്ള ദ്രാവകത്തിന്റെ ഫ്ലോ കണക്കാക്കുമ്പോൾ അവിടെയുള്ള മാസ് A2 എന്ന ഏരിയ ക്രോസ് ചെയ്യുന്ന മാസ് എന്തായിരിക്കും? m2 ഈക്വൽ ടു റോ ഇൻറ്റു a2 v2 ഇൻറ്റു t ആയിരിക്കും. ഓക്കെ, അപ്പോ m1 m2 സെയിം ആണ്. രണ്ട് ഭാഗത്തും കൂടി ക്രോസ് ചെയ്യുന്ന ദ്രാവകത്തിന്റെ മാസ് സെയിം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുക a1 v1 ഈക്വൽ ടു a2 v2 എന്നായിരിക്കും. ഓക്കെ, അതായത് ഒരു കുഴല് ഡിഫറെന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള കുഴല് കണക്കാക്കുകയാണെങ്കിൽ എവിടെയാണോ ഏരിയ കുറവുള്ളത് അവിടെ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് കൂടുതലായിരിക്കും. a ഇൻറ്റു v ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. Next comes the most important topic of this chapter, Bernoullis theorem or Bernoullis principle. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു സ്ട്രീംലൈൻ ഫ്ലോ കണക്കാക്കുമ്പോൾ ടോട്ടൽ എനർജി ഓഫ് ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ടോട്ടൽ എനർജികൾ ഏതെല്ലാം ചേരുന്നതാണ്? പ്രഷർ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചേരുന്നതായിരിക്കും. പ്രഷർ എനർജി പി ആണെന്നിരിക്കട്ടെ, h ഉയരത്തിലാണ് നമ്മുടെ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി h റോ ജി ആയിരിക്കും. റോ എന്നത് ദ്രാവകത്തിന്റെ ഡെൻസിറ്റിയാണ്. ദ്രാവകം ഒഴുകുകയാണ്, ഒഴുകുന്ന വെലോസിറ്റി v ആണെങ്കിൽ കൈനറ്റിക് എനർജി ഹാഫ് റോ v സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ റോ എന്നുള്ളത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ഇത് ബെർണോളിസ് തിയറം അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഡയഗ്രാം വ്യക്തമായി മനസ്സിലാക്കുക. നമുക്കിനി ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് നോക്കാം. ഡയഗ്രത്തിലെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഴൽ എടുത്തിട്ടുണ്ട്. ആ കുഴലിന്റെ ഏരിയ എ എന്ന പോർഷനിലും ബി എന്ന പോർഷനിലും വ്യത്യാസമാണ്. എയിലെ ഏരിയ കൂടുതലാണ്, ബിയിലെ ഏരിയ കുറവാണ്. എ എന്ന പോർഷൻ h1 ഹൈറ്റിലാണ്, ബി എന്ന പോർഷൻ h2 ഹൈറ്റിലാണ് ഫ്രീ സർഫസിൽ നിന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആയിട്ടാണ്. ഇൻഫ്ലോ പോസിറ്റീവായിട്ടും ഔട്ട്ഫ്ലോ നെഗറ്റീവായിട്ടും എടുക്കുന്നു. അപ്പം ഇൻഫ്ലോയ്ക്കുള്ള വർക്ക് ഡണും ഔട്ട്ഫ്ലോയ്ക്കുള്ള വർക്ക് ഡണും എടുക്കാം. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ് വർക്ക് എനർജി തിയറം. അപ്പോ എ എന്ന പോർഷനിൽ കൂടി ദ്രാവകം ഒഴുകാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മുടെ ക്യാപിറ്റൽ എ പോർഷനിൽ കൂടിയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P1 A1 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഡെൽറ്റ x1 ആണ്. ഇനി പ്രഷർ ഇൻറ്റു ഏരിയ എടുത്തിട്ട് അതിനെ ഫോഴ്സ് എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആയിട്ടാണ് എടുക്കുന്നത്. സോ P1 ഇൻറ്റു ഡെൽറ്റ V അത് വർക്ക് ഡൺ അറ്റ് എ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ വർക്ക് ഡൺ അറ്റ് ബി ഔട്ട്ഫ്ലോയിലുള്ള വർക്ക് ഡൺ എടുക്കുമ്പോഴത്തേക്കും അത് നെഗറ്റീവായിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് -P2 A2 ഇൻറ്റു ഡെൽറ്റ x2.
ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിനെ നമുക്ക് വോളിയം എന്നെടുക്കാവുന്നതാണ്. ദർഫോർ നെറ്റ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടുന്നതായിരിക്കും. നെറ്റ് വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയെടുത്താൽ മതി, വിച്ച് ഈസ് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇനി ഇതിനെ എന്താ ചെയ്യേണ്ടത്? നെറ്റ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നുള്ളതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. അപ്പോ ചേഞ്ച് ഇൻ എനർജി ഏതൊക്കെയാണ്? ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി ഇവിടെ സ്ഥാനം കാരണം ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദ്രാവകം ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്നത് കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി ഡ്യൂ ടു പൊസിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു mgh എന്നുള്ള ഇക്വേഷൻ ആണ്. h എന്നുള്ളത് h1 മൈനസ് h2 ആണ്. ദ്രാവകം ഒഴുകുന്നതിന്റെ ക്വാണ്ടിറ്റി ഡെൽറ്റ എം എന്ന് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ എം ഇൻറ്റു ജി ഇൻറ്റു h1 മൈനസ് h2 എന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ കൈനറ്റിക് എനർജി ദ്രാവകം ഒഴുകുന്നതിന്റെ നിരക്ക് വ്യത്യാസമാണ് അല്ലെ. V1 ആണ് കുറവ്, V2 ആണ് കൂടുതൽ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് ഹാഫ് ഡെൽറ്റ എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കൊടുക്കാവുന്നതാണ്. ഹാഫ് MV സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ. സോ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂടിയിട്ടുള്ളത് അതെടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് mgh ഡെൽറ്റ എം ഇൻറ്റു ജി ഇൻറ്റു h1 മൈനസ് h2 അത് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കാവുന്നതാണ്. എല്ലാ ടേംസിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ P1 മൈനസ് P2 ഈക്വൽ ടു ഡെൽറ്റ എം ബൈ ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ എം ബൈ ഡെൽറ്റ വി ഇൻറ്റു ജി ഇൻറ്റു h1 മൈനസ് h2 എന്ന് കിട്ടുന്നതായിരിക്കും. ഡെൽറ്റ എം ബൈ ഡെൽറ്റ വി അതാണ് നമ്മുടെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് വോളിയം, അതാണ് ഡെൻസിറ്റി. അപ്പോ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ഇൻറ്റു ജി ഇൻറ്റു h1 മൈനസ് h2 എന്നായിരിക്കും. ഇതിനെ നമുക്ക് രണ്ട് പോർഷനിലേക്കുള്ളത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ കിട്ടുക ഇങ്ങനെയായിരിക്കും. പോസിറ്റീവ് ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം, നെഗറ്റീവ് ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. അങ്ങനെയാകുമ്പോൾ കിട്ടുക എന്തായിരിക്കും? P1 പ്ലസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ ജി h1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ പ്ലസ് റോ ജി ഇൻറ്റു h2. അപ്പോ ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടുന്നതായിരിക്കും. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് വർക്ക് എനർജി തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നതാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ, നമ്മളെല്ലാവരും ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാവുക? പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻക്രീസസ് വെൻ ദ വെലോസിറ്റി ഡിക്രീസസ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? വെലോസിറ്റി ഓഫ് എയർ ഇൻക്രീസസ് ബിറ്റ്വീൻ ദ പേപ്പേഴ്സ്. അപ്പൊ വെലോസിറ്റി കൂട്ടിക്കഴിയുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? പേപ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന് വരും. ഓക്കെ, ദ പ്രഷർ ഡിക്രീസസ്, ഹെൻസ് ദ പേപ്പേഴ്സ് സ്റ്റിക്സ് ടുഗദർ വെൻ ദ വെലോസിറ്റി ഓഫ് എയർ ഇൻക്രീസസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. എക്സ്പ്രഷൻ ഫോർ ദി സ്പീഡ് ഓഫ് എഫ്ലെക്സ് ആസ് ഗിവൺ ബൈ ദി ടോറിസെല്ലീസ് ലോ. വാട്ട് ഈസ് മെന്റ് ബൈ എഫ്ലെക്സ്? എഫ്ലെക്സ് മീൻസ് ഫ്ലൂയിഡ്സ് ഔട്ട്ഫ്ലോ. ഒരു ഓറിഫിസിൽ കൂടി ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ടോറിസെല്ലീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിശദമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇവിടെ ഡെമോൺസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡയഗ്രം ഇതുപോലെ തന്നെ വരയ്ക്കാൻ പഠിക്കണം. ഒരു ക്ലോസ്ഡ് ടാങ്ക് ഉണ്ട്, വലിയൊരു ക്ലോസ്ഡ് ടാങ്ക് ആണ്. ആ ക്ലോസ്ഡ് ടാങ്കിന്റെ ഏരിയ കൂടുതലുള്ളിടത്തെ വാല്യൂ ആണ് A2 എന്ന് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് ദ്രാവകം ഒഴുകി വരികയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി V2 എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് ടാങ്കിന്റെ ഹൈറ്റ് h2 ആണെന്നിരിക്കട്ടെ. ദ്രാവകം ടാങ്കിൽ മുഴുവനുണ്ട് എന്ന് വിചാരിക്കുക, നിറയെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഓറിഫീസിൽ കൂടി വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണെന്ന് വിചാരിച്ചോളൂ. ആ ഒറിഫീസ് നമ്മുടെ ക്ലോസ്ഡ് ടാങ്കിന്റെ ബോട്ടം സർഫസിൽ നിന്ന് h1 ഉയരത്തിലാണെന്നിരിക്കട്ടെ.
ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ വെലോസിറ്റി v1 ആണെന്നിരിക്കട്ടെ, ആ ഒറിഫീസിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ a1 ആണെന്നിരിക്കട്ടെ, അവിടുത്തെ പ്രഷർ PA ആണെന്നും ഇരിക്കട്ടെ. ഓക്കെ, അപ്പോ v1 v2 വാല്യൂസ് എന്താണെന്ന് അറിയാം, a1 a2 വാല്യൂസ് എന്താണെന്ന് അറിയാം. നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എവിടെയാണ് ഏരിയ കൂടുതലുള്ളത് അവിടെ ദ്രാവകത്തിന്റെ ഒഴുക്ക് കണക്കാക്കുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. a1 v1 ഈക്വൽ ടു a2 v2 എന്നായിരിക്കും. അല്ലെങ്കിൽ v1 ഈസ് ഗ്രേറ്റർ ദാൻ v2 എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ട്? ഏരിയ a2 ഗ്രേറ്റർ ദാൻ a1 ആയതുകൊണ്ട്. a2 ഗ്രേറ്റർ ദാൻ a1 ആയതുകൊണ്ട് v2 ഈസ് ലെസ് ദാൻ v1 ആയിരിക്കും. ഓർ v1 ഈസ് ഗ്രേറ്റർ ദാൻ v2 ആയിരിക്കും. v1 എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓറിഫിസിൽ കൂടി ദ്രാവകം പുറത്തേക്ക് പോകുന്നതിന്റെ സ്പീഡാണ് v1. ഓക്കെ, അതല്ലെങ്കിൽ എഫ്ലക്സിന്റെ വെലോസിറ്റി ആണ് ഏത് v1 എന്ന് കാണിച്ചിരിക്കുന്നത്. ആദ്യം എടുക്കുന്ന കേസ് ക്ലോസ്ഡ് ടാങ്ക് ആണെന്നാണ്. അതായത് നമ്മുടെ ഒറിഫിസ് അടച്ചു വെച്ചേക്കാണ്, ദ്വാരം അടച്ചു വെച്ചേക്കാണ്, വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. വെള്ളം പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ദ്രാവകം താറത്തേക്ക് ഒഴുകി വരുന്ന വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കുമല്ലോ. സോ v2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. നമ്മുടെ ബെർണോളിസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാം. പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു 0 എന്നുള്ളത് 3 സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോ RHSല് കൈനറ്റിക് എനർജിയുടെ ടേം ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും. PA പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് റോ g h1 ഈക്വൽ ടു P പ്ലസ് റോ g h2 എന്നായിരിക്കും കിട്ടുക. റോ എന്നത് നമ്മുടെ വാട്ടറിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. ഇതിൽ നിന്നും സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് v1 കിട്ടുക റൂട്ട് ഓഫ് 2gh പ്ലസ് 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ എന്നായിരിക്കും. h എന്നുള്ള വാല്യൂ ആണ് h2 മൈനസ് h1. വാട്ട് ഈസ് ദാറ്റ്? h is called the height of the free surface above the orifice. അതാണ് h2 മൈനസ് h1 എന്നുള്ളത്. ഓക്കെ, ഇനി ക്ലോസ്ഡ് ടാങ്ക് ആയിരിക്കുമ്പോ പി ആ പ്രഷർ പി എനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അങ്ങനെ ആവുമ്പോ 2gh എന്നുള്ള വാല്യൂ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ 2gh കാരണം ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാകുമ്പോ v1ന്റെ എക്സ്പ്രഷൻ കിട്ടുക v1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ എന്നായിരിക്കും. ഇനി നമുക്ക് സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ വാല്യൂ എന്തായിരിക്കണമെന്ന് നോക്കാം. ടാങ്ക് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം പുറത്തേക്ക് ഒഴുകും. വെള്ളം പുറത്തേക്ക് ഒഴുകുമ്പോൾ പി ഈക്വൽ ടു പി എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പുറത്തേക്ക് ഒഴുകുമ്പോഴുള്ള സമയത്തെ പ്രഷർ എന്ന് പറയുന്നത് മുകളിലത്തെ പ്രഷർ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പി മൈനസ് പി എ 0 ആയിരിക്കും. അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് v1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടുന്നതായിരിക്കും. ദിസ് ഈസ് ദി സ്പീഡ് ഓഫ് എഫ്ലക്സ് or the expression for the speed of efflux as given by the Torricelli's law. Now let us see the statement. The statement of Torricelli's law. The velocity of efflux of a liquid is equal to the velocity with which a body acquires in falling freely through a height equal to the height of the free surface above the orifice. അതായത് ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ വെലോസിറ്റി ഏതിന് സമാനമായിരിക്കും? ഒറിഫിസിലെ ഹൈറ്റില് കൂടി ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്ന വെലോസിറ്റിയുടെ വാല്യൂവിന് സമാനമായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. +1 ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടി ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.